ഗേൾസ് ട്രിപ്പ് എന്നൊരു പ്ലാനിങ് പെട്ടെന്ന് വന്നതായിരുന്നു. തലേദിവസം തീരുമാനിച്ചു, പിറ്റേ ദിവസം അങ്ങ് ഇറങ്ങി തിരിച്ചു. എവിടേക്കെന്നില്ലാത്തൊരു യാത്ര. എറണാകുളം ലക്ഷ്യം വെച്ച് പോയ ഞങ്ങളുടെ ബാക്കി യാത്രാ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. നേരത്തെ പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ വൈകിട്ടുന്ന തവണക്കടവിലെത്തി. അവരെന്നെ കൂട്ടി ഞങ്ങൾ അങ്ങനെ നേരെ എറണാകുളത്തേക്ക് വിട്ടു. കൂട്ടത്തിലെ ഏറ്റവും ചെറിയ പെൺതരി ഉണ്ണിമോളായിരുന്നു കേട്ടോ. പാർക്കൊക്കെ കണ്ടപ്പോ ആള് ഭയങ്കര ഹാപ്പി. തിരിച്ചു വരുമ്പോ കയറാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും പാർക്കിങ്ങിന് സ്ഥലമില്ലാഞ്ഞുകൊണ്ട് അത് പറ്റിയില്ല. എറണാകുളംകാരുടെ സ്വന്തം അഹങ്കാരമായ മഹാരാജാസ് കോളേജും സെന്റ് തെരേസാസും ഗ്രാൻഡ് ഹയാത്തൊക്കെ കണ്ടൊരു യാത്ര. വൈക്കംകാരി ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഈ യാത്ര പോയത് ഒക്ടോബർ 1-ാം തീയതി ആയതുകൊണ്ടും കൊന്തമാസമൊക്കെ ആരംഭിച്ചത് കൊണ്ടും നേരെ ഞങ്ങളെ വിട്ടത് വല്ലാർപാടത്തമ്മയുടെ അടുത്തേക്കാണ്. എല്ലാം തുടങ്ങുമ്പോൾ ഒരു പ്രാർത്ഥനയിലായിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ എല്ലാവരും സെറ്റായി നേരെ പള്ളിയിലേക്ക് കയറുകയാണ്. അതാണ് എന്റെ യോയോ ആന്റി. ആന്റിയുടെ മൂത്ത മകൾ അമല, ഇളയ മകൾ അലീഷ എന്ന് ഞങ്ങൾ വിളിക്കുന്ന സിഫ്. എന്നൊരു അവധി കിട്ടിയാലും ആന്റി അപ്പ ചോദിക്കും നമുക്ക് എവിടെയെങ്കിലും പോയാലോ, നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന്. ആന്റിയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു എറണാകുളം കാണണമെന്ന്. അങ്ങനെ ഞങ്ങൾ ആന്റിനെ എറണാകുളം കാണിച്ചു. വല്ലാർപാടത്ത് അമ്മയെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ വീഡിയോ മതിയാവില്ലെന്ന് തോന്നുന്നു. എങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പള്ളിയുടെ പ്രധാന ആൾത്താരയിൽ സ്ഥാപിച്ചിരിക്കുന്ന കനികാമറിയത്തിന്റെ ഉണ്ണേശുവിന്റെ ചിത്രം വാസ്കോഡഗാമയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസ് വ്യാപാരികൾ കൊണ്ടുവന്നതായിരുന്നു. പഴയ പള്ളി വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയപ്പോൾ ഈ ഒരു ചിത്രം കായലിൽ പൊങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തിയത് കൊച്ചി മഹാരാജാവിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്ത് രാമൻ വല്യച്ഛനാണ്. അദ്ദേഹം ദാനം ചെയ്ത ഭൂമിയിലാണ് ഇപ്പോഴത്തെ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇതുപോലെ എല്ലാവരും വന്ന് അടിച്ചു വരുന്നത് കാണാം. അതിനു പിന്നിലും ഉണ്ട് ഒരു ഐതിഹ്യം. വല്ലാർപാടത്ത് മീനാക്ഷി അമ്മ എന്നൊരു യുവ നായർ സ്ത്രീ ഉണ്ടായിരുന്നു. മീനാക്ഷി അമ്മയും മകനും മട്ടാഞ്ചേരിയിലേക്ക് ബോട്ട് യാത്ര ചെയ്തപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടായി ബോട്ട് മറിഞ്ഞു. കായലിന്റെ അടിത്തട്ടിലേക്ക് രണ്ടുപേരും വീണപ്പോൾ രക്ഷിച്ചാൽ ഞങ്ങളുടെ ജീവിതം മുഴുവൻ മേരിയുടെ സേവനത്തിനായി സമർപ്പിക്കുമെന്ന് മീനാക്ഷി അമ്മ വാഗ്ദാനം ചെയ്തു. സംഭവം നടന്ന 3-ാം ദിവസം സ്വപ്നത്തിലെ നിർദ്ദേശപ്രകാരം ഇടവക വികാരിയാണ് മത്സ്യത്തൊഴിലാളികളോട് അവിടെ വല വീശാൻ പറഞ്ഞത്. അങ്ങനെ അവർക്ക് മീനാക്ഷി അമ്മയുടെയും മകനെയും ജീവനോടെ തിരിച്ചു കിട്ടി. ഇഷ്ടകാലം മുഴുവൻ അവർ മാതാവിന് വേണ്ടി സേവനം. ഇതാണ് അതിന്റെ പിന്നിലെ ഒരു ചുരുക്ക കഥ. ഇതിന്റെ ഒപ്പം തന്നെ അത്ഭുതോറവയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. വല്ലാർപാടത്ത് അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതിനു മുമ്പ് ഒരുപാട് തവണ വല്ലാർപാടത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പ്രത്യേക ദിവസത്തിൽ വരുന്നത് ഇതാദ്യമായിട്ടാട്ടോ. വല്ലാർപാടം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൊക്കേഷൻ എന്താന്ന് വണ്ടി ഇരുന്ന് ആലോചിച്ചപ്പോഴേക്കുമാണ് കടമക്കുടി വിട്ടാലോ എന്നൊരു പ്ലാനിങ് വന്നത്. അത്രയും നേരം പ്രാർത്ഥനാരൂപിലായിരുന്നു ഞങ്ങൾ എല്ലാവരും. പിന്നെ ഫുള്ള് വൈബ് മൂഡ്. ഒരു ട്രിപ്പ് മാക്സിമം എൻജോയ് ചെയ്യുന്നത് ഒരുപാട് സ്ഥലങ്ങൾ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരുപാട് ലോങ് പോകുമ്പോഴൊന്നും അല്ല കേട്ടോ. നമ്മുടെ കൂടെയുള്ളവർ എങ്ങനെയാണോ അവരാരൊക്കെയാണോ അതനുസരിച്ചിരിക്കും നമ്മുടെ എല്ലാ ട്രിപ്പ്. ഞങ്ങളുടെ കസിൻസ് വൈബ് ഞാൻ പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് വീഡിയോകളിലൊക്കെ നിങ്ങളും കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അനുചേച്ചിയായിട്ട് ഞങ്ങൾ ഇത്രയും ലോങ് പോകുന്നതും ആദ്യമായിട്ടോ. ചേച്ചി ഡ്രൈവിംഗ് പഠിച്ചപ്പോൾ മുതൽ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോകണമെന്ന്. ഒട്ടും പ്ലാനിങ് ഇല്ലാഞ്ഞത് കൊണ്ട് തന്നെ ഈ ട്രിപ്പ് ഞങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. സത്യം പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയപ്പോൾ റോഡുകളൊക്കെ കാണാൻ എന്ത് രസമായിരുന്നു. അതിലേറെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ സ്വന്തം ആകാശത്തിന്റെ വ്യൂ ആട്ടോ. കടമക്കുടി സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെയും വൈകുന്നേരം ഒക്കെയാണെന്ന് നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഉച്ചവെയിലത്ത് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. അങ്ങനെ ഉച്ചയ്ക്ക് പോകാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലങ്ങൾ എറണാകുളത്തുണ്ടോ എന്ന് ഞങ്ങൾക്ക് വലിയ അറിവില്ലായിരുന്നു കേട്ടോ. പിന്നെ ലുലു മാള് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ടാന്ന് തന്നെ വെച്ചതാണ്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ സ്പെഷ്യൽ പ്ലേസസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്ന് പറയണം കേട്ടോ. ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടാലോ. കടമക്കുടിയിലേക്ക് പോകാൻ വേണ്ടി തന്നെ ഒരു 100 വഴികളുണ്ടായിരുന്നു. ഗൂഗിൾ മാപ്പ് തന്നെ കാണിച്ചു തന്ന 3 കൂടാതെ റോട്ടിൽ കണ്ടവരോട് ചോദിക്കുമ്പോൾ അവര് വേറെ ഓരോ വഴികൾ പറഞ്ഞു. ഞങ്ങളുടെ ഈ ട്രിപ്പിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് നമ്മുടെ പ്രകൃതി തന്നെയാട്ടോ. ഏതോ ഊട് വഴികളൊക്കെ കയറി ചെന്നപ്പോ കടമക്കുടി ഗ്രാമപഞ്ചായത്ത് കാര്യാലയമൊക്കെ കണ്ടു. എന്നാൽ ഈ യാത്ര ചെന്ന് അവസാനിച്ചതോ റോഡിന്റെ ഒരു എൻഡില്. അവിടുന്ന് ജങ്കാറ് പിടിച്ച് വേണമായിരുന്നു പോകാൻ. അവിടുന്ന് നേരെ റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് ഞങ്ങൾ വേറെ റൂട്ടിലൂടെ കടമക്കുടിയിൽ എത്തിച്ചേർന്നു. കടമക്കുടി എന്ന് പറയുമ്പോൾ അവിടെ 14 ഐലൻഡ്സ് ഉണ്ട് കേട്ടോ. ബോട്ടിങ്ങും കയാക്കിങ്ങും എല്ലാം അവിടെ ഉണ്ടെങ്കിലും ഉച്ച സമയത്ത് ഒന്നും തന്നെ ആക്റ്റീവ് അല്ല. ഉച്ച സമയമായതുകൊണ്ട് ഒരുപാട് തിക്കും തിരക്കൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ഞങ്ങളെപ്പോലെ ബുദ്ധിയില്ലാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. ബുദ്ധി ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇവിടെയൊക്കെ ഉച്ച സമയത്ത് വരുമോ മിസ്റ്റർ? ഉച്ചയോ പകലോ വൈകുന്നേരോ എന്തോ ആവട്ടെ, ഞങ്ങൾ ഫുള്ള് വൈബ്. ഇതുപോലെ ട്രിപ്പ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും വിഷമം ഇതിലൊന്നും സോങ് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. വൈബ് അടിച്ചപ്പോഴാണ് നല്ലൊരു ആകാശം പിന്നെയും കണ്ടത്. ഉടനെ തന്നെ എന്റെ ക്യാമറ കണ്ണുകൾ അങ്ങ് പൊങ്ങി വന്നു. ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ഇതുപോലെ ടൂറിസം വന്നു കഴിയുമ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളവർ ഒരുപാട് പാവങ്ങൾക്ക് ജോലി കിട്ടും എന്നത് തന്നെയാണ്. വണ്ടിയിൽ AC ഇട്ടിരിക്കുന്ന അത്ര സുഖം പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടായില്ല കേട്ടോ. നല്ല ചൂടായിരുന്നു. കൂട്ടത്തിൽ നല്ല ചൂടൻ കാറ്റും. ട്രിപ്പ് പോകാൻ പ്ലാൻ ഇട്ടപ്പോഴേ ഫുഡ് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോകാന്നാണ് ആലീസ് ആന്റി പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഫുഡ് വേറെ എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റ് അല്ലേ. ഞാൻ ചെറുതായിട്ട് സബ്ജക്റ്റിൽ നിന്ന് വിട്ടുമാറി. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഒരു ഓപ്പൺ ജിമ്മൊക്കെ നിങ്ങൾ
വീഡിയോയിൽ കണ്ടു കാണുമല്ലേ, അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല തണലും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ സ്ഥലം കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഇവിടെയുള്ളവർക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങാനോ രാവിലെ വൈകുന്നേരമൊക്കെ നടക്കാൻ പോകാനൊക്കെ എന്ത് രസമായിരിക്കും. അവിടെ നിന്നപ്പോഴേക്കുമാണ് ഒരു നാട്ടുകാരി ചേച്ചി ഞങ്ങളോട് വന്ന് കുറെ നേരം സംസാരിച്ചു. നട്ടുച്ചയ്ക്ക് ഇതുപോലെ വരല്ലേ, വൈകുന്നേരമാണ് ഇവിടെ ആസ്വദിക്കാൻ പറ്റിയ സമയം, രാവിലെ നല്ലതാണ്, രാവിലെ ഒരുപാട് വെറൈറ്റി കിളികളൊക്കെ വരുമെന്ന് പറഞ്ഞു. പിന്നെ ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ചതാട്ടോ കടമക്കുടി ഷാപ്പ്. അവിടെ ഫുഡും കള്ളും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു. ബട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിന്നില്ല. അതെ, വളരെ നല്ല സമയമായതുകൊണ്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ നേരത്ത് ആരും തന്നെ ഇങ്ങോട്ട് വരരുത്, ഉച്ചനേരമാണ്. കടമക്കുടിയിൽ നിന്ന് വണ്ടി എടുത്തപ്പോഴേ നെക്സ്റ്റ് ലൊക്കേഷൻ ഇട്ടത് മട്ടാഞ്ചേരി ആയിരുന്നു. ഞങ്ങൾ അങ്ങനെ മാപ്പ് നോക്കി എത്തിച്ചേർന്നത് വൈപ്പിനിലാണ്. അവിടുന്ന് ജങ്കാർ സർവീസ് ഉണ്ടായിരുന്നു. അവിടെയുള്ള ലോങ് ക്യൂ കണ്ടിട്ട് ഇന്നെങ്ങും ജങ്കാർ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇവിടം വരെ എത്തി, നല്ല പ്ലേസും, എന്നാ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് കരുതി. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ടും സമയം 3 മണി ആയതുകൊണ്ടും ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചു തീർന്നു. ഫുഡ് അടി കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ കാറ്റൊക്കെ കൊണ്ടിരുന്നു. ജങ്കാറും വാട്ടർ മെട്രോയും ചെറിയ വള്ളങ്ങളൊക്കെ പോകുന്നതാണ് നല്ല രസമുണ്ടായിരുന്നു. ഊണ് കഴിഞ്ഞാൽ അല്പം മധുരമൊക്കെ ആവാം. ഈ പൊരിഞ്ഞ വെയിലത്ത് നല്ല തണുത്ത ഐസ്ക്രീം കഴിക്കുമ്പോഴുള്ള ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റൂല. നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ വെണ്ടുരുത്തി പാലം കണ്ടത്. ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമ കണ്ടവർക്ക് ഈ സംഭവം വേഗം കത്തും. ആ ഒരു ഇൻസിഡന്റ് കൊച്ചി വെണ്ടുരുത്തി പാലത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അവരെ രക്ഷിക്കാൻ ചാടി നേവി ഉദ്യോഗസ്ഥന്റെ ബോഡി ഇതുവരെയും കിട്ടിയിട്ടില്ലെന്നും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ എത്തിച്ചേർന്നത് കോപ്റ്റ് അവന്യൂ വാക്വേയിലാണ്. ഇത്ര നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ട് ചായ കുടിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. നല്ല തണുപ്പം കാറ്റിട്ട് ഒരു ചൂട് കോഫി കുടിക്കാം. എറണാകുളത്തെ തിരക്കുകളിൽ നിന്നൊക്കെ വിട്ടുമാറി ഇതുപോലുള്ള കൊച്ചു കൊച്ചു ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. അവിടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചായ കുടിച്ചിരുന്നപ്പോഴാണ് ഫോർട്ട് കൊച്ചിക്ക് ഇവിടുന്ന് 7 കിലോമീറ്റർ ഉള്ളെന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ആദ്യം ഞങ്ങൾ ഉപേക്ഷിച്ച അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റാണ്ടിരുന്ന സ്ഥലത്തേക്ക് എഗെയിൻ ഞങ്ങൾ എത്തിപ്പെടുവാണ്. ട്രിപ്പ് അവസാനിച്ചു എന്ന് കഴിഞ്ഞടുത്തുനിന്ന് പുതിയൊരു തുടക്കം. 4 വർഷങ്ങൾക്ക് മുമ്പ് ബിടെക് ഫൈനൽ ഇയർ പ്രൊജക്ടിന്റെ സമയത്ത് ഞാൻ കളമശ്ശേരി ഇൻഡിഗോയിലാണ് പ്രൊജക്ട് ചെയ്തിരുന്നത്. അവിടെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഫോർട്ട് കൊച്ചിയിലെത്തിയ ചെറിയൊരു ഓർമ്മ എനിക്കുണ്ടായിരുന്നു. അന്നും ഇന്നും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ അപാര തിരക്കാട്ടോ അവിടെ. കപ്പിൾസിനെയും ഫ്രണ്ട്സിനേക്കാളൊക്കെ കൂടുതൽ ഫാമിലീസിനെയാണ് ഞാൻ അവിടെ ശ്രദ്ധിച്ചത്. അടിപൊളി സൺസെറ്റും കണ്ട് കഥ പറഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലം. നിങ്ങളോടായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാട്ടോ. ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ തൊട്ടടുത്താണെങ്കിലും എവിടെയെങ്കിലൊക്കെ ഒരു ട്രിപ്പൊക്കെ പോകും. അതൊരു ഗേൾസ് ട്രിപ്പും കൂടിയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ ജോലി തിരക്കൊക്കെ മാറ്റി വെച്ച് നമുക്കായിട്ടൊരു സമയം നമ്മൾ തന്നെ കണ്ടെത്തണം. ഉപ്പിലിട്ടത് കഴിക്കാനുള്ള മോഹം കയറിയപ്പോ ഞങ്ങളത് വാങ്ങാൻ പോയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സംഭവം ഇവിടെ ശ്രദ്ധപ്പെട്ടത്. കുറച്ചു നേരം കണ്ടിരുന്നപ്പം ഹായ് നല്ല രസം, എന്നാന്ന് ട്രൈ ചെയ്താലോ എന്ന് ഞങ്ങൾ 4 പേരും വിചാരിച്ചു. ഞാനങ്ങ് കയറിയത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ അങ്ങ് ആകെ നാറ്റിച്ചു. എന്റെ സൗണ്ട് അധികം ഇതിൽ ഉൾപ്പെടുത്താണ്ടിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുള്ള പ്രേതം എന്നൊക്കെ പറഞ്ഞാൽ എന്റെ സകല ജീവനും പോകുട്ടോ. എന്നെ ഇവര് കാണിച്ചു തരുന്ന എന്താണെന്നറിയാവോ, ഫുള്ള് ശവങ്ങളും ദുഷ്ടാത്മാക്കളും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ. സത്യം പറയാലോ, എനിക്ക് അവിടെ നിന്ന് എങ്ങനെയും ഇറങ്ങിയാൽ മതിയെന്നായിരുന്നു. ബട്ട് കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ വെറും 50 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാട്ടോ ഞങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാന്ന് കരുതിയത്. എനിക്ക് പേടി ഒട്ടും ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ആദ്യം വെച്ചിരുന്ന സാധനം പകുതി ആയപ്പോഴേ ഞാൻ കാറി നിർത്തിച്ച്. ഞാൻ അവിടെ കിടന്ന് കാറി കൂവിയതുകൊണ്ട് അവർക്ക് നല്ല ഓഡിയൻസ് അറ്റൻഷൻ കിട്ടി. എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ്. ഒരു VR ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ സത്യം പറയാലോ, ഞാൻ മഹാ പേടിത്തുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ചില കാര്യങ്ങളൊക്കെ എന്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം എന്ന് കരുതി മാത്രം ചെയ്യുന്നതാണ്. അതങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി കേട്ടോ. രാത്രിയായപ്പോൾ ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു. ഇനി വേറെ എങ്ങും കയറുന്നില്ല. ഡയറക്റ്റ് ലൊക്കേഷൻ ഇട്ടേക്കുന്നത് ചേർത്തലയിലേക്കാണ്. അത്രയും പേടിച്ചുകൊണ്ട് ഇനി കുറച്ച് വൈബായേക്കാം. ശരിക്കും പറഞ്ഞാല് രാത്രിയിൽ യാത്ര ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ തന്നെയായിരിക്കും. നമ്മുടെ നാട്ടില് അതിനുള്ള അധികം ഫ്രീഡം ഇല്ലാഞ്ഞിട്ടാകാം എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലെങ്കിലും ഇതുപോലെ ഗ്യാങ് ആയിട്ടൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തു പോകാം. നേരെ ഞങ്ങൾ പോകുന്നത് അമ്മ വീട്ടിലേക്കാണ്. അവിടെ എത്താറായപ്പം നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഒരുപാട് ഇരുന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പ് സക്സസ് ആവണമെന്നില്ല. പക്ഷെ അൺപ്ലാൻഡ് ആണെങ്കിൽ അത് ഉറപ്പായിട്ട് സക്സസ് ആവൂട്ടോ. തലേദിവസം തീരുമാനിക്കുക, പെട്ടെന്ന് അങ്ങ് പോകുക. അല്ലെങ്കിൽ രാവിലെ എങ്ങോട്ടെങ്കിലും അങ്ങ് ഇറങ്ങുന്നത് നല്ല വൈബ് കസിൻസ് കൂടി ഉണ്ടെങ്കിൽ സെറ്റ്. അപ്പൊ ഗൈസ്, നമ്മുടെ ട്രിപ്പ് ഒക്കെ അവസാനിച്ച് 10 മണിയായപ്പോ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് നമ്മുടെ ട്രിപ്പ്? അടിപൊളി. ഇഷ്ടപ്പെട്ട ഉണ്ണിമോക്ക്? എനിക്ക് ഇനിയും പോകണം. ഇഷ്ടപ്പെട്ട?
അപ്പം ഞങ്ങള് ഗേൾസ് എല്ലാരും കൂടിയുള്ള ഫസ്റ്റ് ട്രിപ്പ് ആയിരുന്നു. ഉണ്ണിമോളാണ് ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും ചെറുത്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുൾ ഡേ പോയതേ അറിഞ്ഞില്ല അല്ലേ? സെറ്റ് അല്ലായിരുന്നോ? അപ്പൊ ഇനിയും ഇതുപോലെ തുടരെ ട്രിപ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ ഓരോ വിശേഷങ്ങളായിട്ട് കാണുന്നത് വരെ